മിസ് വരാൻ വൈകുന്നുണ്ടല്ലേ? നിങ്ങള് നേരത്തെ വന്നിനാ, മിസ്സാ വൈകിയതല്ലേ? നാളെ മുതൽ മിസ് നേരത്തെ വരുവേ. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിലെ സയ ടീച്ചർ ഈ പോയം പഠിപ്പിച്ചില്ലേ നിങ്ങളെ? ലെറ്റ് us sing song along പഠിപ്പിച്ചില്ലേ? മൾബറി ബുഷിന്റെ സോങ് പഠിപ്പിച്ചില്ലേ? പോയം പഠിപ്പിച്ചില്ലേ? സേ yes or no? പഠിപ്പിച്ചല്ലേ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയോ? എത്ര പേർക്ക് അമ്മയും അച്ഛനൊക്കെ വായിച്ചു തന്നു? എത്ര പേർക്ക് വീട്ടിൽ നിന്ന് വായിച്ചു തന്നിട്ടുണ്ട് പോയം? ഏകദേശം എല്ലാവർക്കും വായിച്ചു തന്നിട്ടുണ്ടല്ലേ വീട്ടിൽ നിന്ന്? എന്നിട്ട് പോയം ഇഷ്ടപ്പെട്ടോ? പോയം ഇഷ്ടപ്പെട്ടല്ലേ? നമുക്ക് എന്നിട്ട് സ്റ്റോറി പഠിച്ചാലോ? സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥയാണല്ലേ? കഥ പഠിച്ചാലൊന്ന്. ഡു യു ലൈക്ക് സ്റ്റോറീസ്? നിങ്ങൾക്ക് കഥ ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ? എന്നാ നമുക്ക് കഥ പഠിക്കാല്ലേ ഇന്നത്തെ ക്ലാസ്സില്? Are you ready? Okay then, how many of you have textbook? എത്ര പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് വീട്ടില്? എത്ര പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് നമുക്ക് ഈ വീക്ക് കൊണ്ട്, ഈ ആഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വരും. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാം അല്ലേ? അല്ലേ? ഓക്കെ, കൈ താത്തിക്കോ ഇനി. അപ്പൊ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താന്നറിയോ? മൈ ബേബി ബ്രദർ. മൈ ബേബി ബ്രദർ. നമ്മുടെ സ്റ്റോറിന്റെ പേരെന്താ? മൈ ബേബി ബ്രദർ. ബേബി എന്ന് പറഞ്ഞാ ബേബി ആരാ? ബേബി. ഹൗ മെനി ഓഫ് യു ഹാവ് ബേബീസ്? എത്ര പേർക്ക് ബേബീസ് ഉണ്ട്? എത്ര പേരുടെ വീട്ടില് ബേബീസ് ഉണ്ടോ? Just raise your hands. എത്ര പേരുടെ വീട്ടിലുണ്ട് ബേബീസ്? ഇല്ല, അയാന്റെ വീട്ടിൽ ഇല്ല. അയാൻ ഇങ്ങനെ കാണിച്ചു എന്നെ. ഷഹബറയുടെ വീട്ടില് ബേബി ഉണ്ട്. പിന്നെയോ ഫാത്തിമക്ക് അവന്റെ വീട്ടില് ബേബി ഉണ്ട്. ഹാദിന്റെ വീട്ടില് ബേബി ഉണ്ടാ? ഹാദി പിന്നെ ആരുടെ വീട്ടിലെ ബേബീസ് ഉള്ളത്? ഐഫുനന്റെ വീട്ടില് ബേബി ഇല്ല. റയാന്റെ വീട്ടില് ബേബി ഉണ്ടല്ലേ? റയാൻ, നിങ്ങൾക്ക് ബേബി ബ്രദർ ആണോ ബേബി സിസ്റ്റർ ആണോ? ബേബി ബ്രദർ ഉള്ള എത്ര പേരുണ്ട്? ബേബി ബ്രദർ ഉള്ള എത്ര പേരുണ്ട്? Give me a thumb like this. Hadia, where are you? I can't see you. വീട് പോയതാ. അതെ, അത് നേരെ ഇരിക്കാൻ അറിയില്ല ചെയറില്. ഓക്കെ. Then ഇനി ബേബി സിസ്റ്റർ ഉള്ള എത്ര പേരുടെ വീട്ടിലെ ബേബി സിസ്റ്റർ ഉള്ളത്? ബേബി ഗേൾ ഉള്ള എത്ര പേരുണ്ട്? ഓക്കെ, നമ്മുടെ ഈ ലെസൺ ഒരു ബേബി ബ്രദറിനെ കുറിച്ചിട്ടുള്ള. മൈ ബേബി ബ്രദർ. ബ്രദർ എന്ന് വെച്ചാൽ എന്താ? ബ്രദർ ആരാ? ബ്രദർ ആരാ? അനിയൻ അല്ലെ? സഹോദരനാണ് ബ്രദർ അല്ലേ? നല്ല മക്കളാണ്, എല്ലാത്തിന്റെയും മീനിങ് അറിയാലോ. ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്റെ മക്കളെ? ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ? ഇല്ല, തന്നെ അറിയാ അല്ലേ? നിയാദാസിന്റെ വാവേനെ കാണുന്നല്ലോ. നിയാദാസിന്റെ ബേബി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിയാദാസ്, this lesson is about a baby brother. ഒരു അനിയൻ വാവേനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ നമ്മുടെ കഥ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. മൈ ബേബി ബ്രദർ. The title is My Baby Brother. My Baby Brother. കണ്ടോ എല്ലാവരും? My Baby Brother. Okay. മിസ് കഥ വായിക്കട്ടെ.
കൈ തൊട്ട് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ എങ്ങനെ വായിക്കേണ്ടത്? യൂസ് യുവർ ഫിംഗേഴ്സ് ടു റീഡ് യുവർ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ എന്ത് ചെയ്യാ? അത് കൈ വിരലില്ലേ, നമ്മുടെ കൈ വിരല് തൊട്ട് തൊട്ട് വായിക്കാം. ഓക്കെ അർജുൻ ആൻഡ് അനാമിക. അർജുൻ മോള് പഠിക്കട്ടെ, നീ മാറി നിന്നേ. ഓക്കെ ലിസൺ. ഐ എം വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി. കണ്ടോ ഫസ്റ്റ് സെന്റൻസ് കണ്ടോ നിങ്ങളെ? ഐ ആം വെരി ഹാപ്പി. മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. മദർ ഹാസ് കം വിത്ത് എ ബേബി. മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. കണ്ടോ നിങ്ങള്? കൈ തൊട്ട് വായിക്കേണ്ട കൂടെ ഐ ആം വെരി ഹാപ്പി. Mother has come home with a baby. Mother has come home with a baby. Okay, then he is my brother. He is my brother. He is my brother. നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, മിസ് എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരും അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടല്ലോ. ആരും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ വായിക്കുക. പാരന്റ്സ് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ ഐ ആം വെരി ഹാപ്പി. മനസ്സിൽ വായിക്കുക. ഐ ആം വെരി ഹാപ്പി. മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. ഹി ഈസ് മൈ ബ്രദർ. ഹി ഈസ് മൈ brother. He is my brother. He is very small. He is very small. He is very small. That is his cradle. That is his cradle. That is his cradle. C-R-A-D-L-E. Cradle. C-R-A-D-L-E. Cradle. നമുക്ക് മീനിങ് പറഞ്ഞു നോക്കിയാലോ ഇതിന്റെ? അത് നമുക്ക് ടെക്സ്റ്റ് മുഴുവനായിട്ടൊന്ന് വായിക്കണോ? എന്താ വേണ്ടത്? അല്ലെ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ഫുൾ ഒന്ന് വായിക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് മീനിങ് നോക്കിയാ പോരെ? Then don't make any noise. Don't make any noise. Don't make any noise. Mother says. Mother says. Baby will wake up. Baby will wake up. Baby will wake up. Baby wakes up. He starts crying. Baby wakes up. He starts crying. He starts crying. Then ഇവിടെ നോക്ക, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക. Don't cry, I say. Don't cry, I say. I will play with you. I will play with you. Don't cry, I say. I will play with you. I will play with you. Mother brings a toy. Mother brings a toy. Mother brings a toy. What is it? What is it? I ask. What is it? I ask. It's a rattle. It's a rattle. She says. It's a rattle. She says. ആരാ അൺമ്യൂട്ട് ചെയ്തത്? ആരാ അൺമ്യൂട്ട് ചെയ്തത്? മിസ് പറയാതെ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. Okay. Give it to boy. Give it to baby. Give it to baby. He will stop crying. Give it to baby. He will stop crying. I gave the rattle to the baby. I give the rattle to baby. I give the rattle to baby. Take your next page. Now baby is happy. Now baby is happy. He smiles at me. He smiles at me. I think
he loves me. I think he loves me. I love him too. I love him too. Okay. അത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. കുഞ്ഞു സ്റ്റോറിയാണ് അല്ലേ, കുഞ്ഞു കഥയാണ്. നമുക്ക് ഇതിന്റെ മീനിങ് നോക്കിയാലോ? Are you ready? Are you ready? If you are ready, give me a thumb like this. നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തമ്പ് തന്നേ. ഓക്കെ, കഥ നോക്കാലോ നമുക്ക്. ഐ എം വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഐ എം വെരി ഹാപ്പി. ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്തിനാ സന്തോഷത്തിൽ നോക്കാം, എന്തുകൊണ്ടാ അവൻ സന്തോഷത്തിലാന്ന് നോക്കിയാലോ? ഓക്കെ, മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. എന്തുകൊണ്ടാ അവൻ സന്തോഷത്തിലെന്നറിയോ? മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. അമ്മ എന്ത് ചെയ്തു? അമ്മ ഒരു ബേബിനെയും കൂടി വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? ഐ എം വെരി ഹാപ്പി ബിക്കോസ് മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം എന്റെ അമ്മ വീട്ടിലേക്ക് ഒരു ബേബിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വാവേനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹീസ് മൈ ബ്രദർ. അവൻ ആരാണ്? എന്റെ ബ്രദർ ആണ്, എന്റെ അനിയനാണ്. ബ്രദർ എന്ന് വെച്ചാൽ എന്താണ്? വാവയല്ലേ, ബേബി ബ്രദർ അല്ലേ, അപ്പൊ അനിയനല്ലേ, അല്ലേടോ? അപ്പൊ ഹീസ് മൈ ബ്രദർ, അവൻ എന്റെ അനിയനാണ്. ഹീസ് വെരി സ്മോൾ. കുഞ്ഞു വാവകൾ ചെറുതായിരിക്കില്ലേ? ഇത്ര പോലെയുണ്ടാവൂ നമ്മുടെ വാവകള് അല്ലേ? അപ്പൊ അവൻ പറയാണ് ഹീസ് വെരി സ്മോൾ. ദാറ്റ് ഈസ് ഹിസ് ക്രാഡിൽ. ദാറ്റ് ഈസ് ഹിസ് ക്രാഡിൽ. ക്രാഡിൽ മീൻസ് വാട്ട്? ക്രാഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം ക്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വാട്ട് യു മീൻ ബൈ ക്രാഡിൽ? ക്രാഡിൽ എന്ന് വെച്ചാൽ എന്താടോ? ക്രാഡിൽ എന്ന് പറഞ്ഞ എന്താ? ആർക്കറിയാം? അറിയാമെങ്കിൽ ഇങ്ങനെ കാണിച്ച, ക്യാമറ ഇങ്ങനെ കാണിച്ച മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. അറിയാം. ആൻഡ്രോസിന് അറിയാമോ? സാവിയോ ജോക്ക് അറിയാമോ? എന്നൊന്ന് പറഞ്ഞേ സാവിയോ. തൊട്ടിലാണല്ലേ. ക്രാഡിൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? തൊട്ടിൽ. ഓക്കെ, ശ്രദ്ധിക്കുക. We can see a picture here. നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നില്ലേ? ഒരു പിക്ചർ എല്ലാവരും കണ്ടോ? എല്ലാവരുടെ ടെക്സ്റ്റിലും കണ്ടോ പിക്ചർ? കണ്ടു. അവിടെ എന്താ? ഒരു മദർ ഉണ്ടല്ലേ. മദർ ഹാസ് എ ബേബി. മദറിന്റെ കയ്യിൽ എന്തുണ്ട്? ഷീ ഹാസ് എ ബേബി. അമ്മയുടെ കയ്യിൽ ഒരു വാവയുണ്ട്. ഇവിടെ ആരുണ്ട്? ആ വാവയുടെ ചേച്ചി പെണ്ണുണ്ട് അല്ലേ, രേച്ചിയുണ്ട്. പിന്നെ അവിടെ കാണുന്നുണ്ടോ ഒരു തൊട്ടില്? അവിടെ ഒരു തൊട്ടില് കാണുന്നുണ്ടോ? ദാറ്റ് ഈസ് ഹിസ് ക്രാഡിൽ. ക്രാഡിൽ എന്ന് വെച്ചാൽ എന്താണ്? തൊട്ടിലാണ്. ക്രാഡിൽ മീൻസ് തൊട്ടില്. അർത്ഥം അറിയില്ലെങ്കിൽ അമ്മേനോടോ അച്ഛനാണോ അടുത്തിരിക്കുന്നെങ്കിൽ ഒന്ന് അർത്ഥം എഴുതി തരാൻ പറയണേ. ക്രാഡിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാ, അവിടെ തൊട്ടിൽ എഴുതി വെക്ക. ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് ക്രാഡിൽ. അതെന്താണ്? അവന്റെ തൊട്ടിലാണ്. അപ്പൊ ആ പാരഗ്രാഫ് നമുക്ക് ഒന്നും കൂടി വായിച്ചു നോക്കാം. ചെറിയ കുഞ്ഞു പാരഗ്രാഫ് ആണ്. ഐ എം വെരി ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ വീട്ടിലേക്ക് ഒരു വാവേനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഹീസ് മൈ ബ്രദർ. അവൻ ആരാണ്? ആ വാവ ആരാണ്? അവൻ എന്റെ അനിയനാണ്. ഹീസ് മൈ ബ്രദർ. കൈ തൊട്ട് വായിക്കണേ ഷഹബറ. ഹീസ് വെരി സ്മോൾ. അവൻ എങ്ങനെയാണ് കാണാൻ? ഈസ് ബിഗ്. അവൻ വലുതാണോ വാവ? നോ, ഹീസ് വെരി സ്മോൾ. അവൻ ചെറിയ വാവയാണല്ലേ. Then that is his cradle. Can you see? ഇത് കാണുന്നുണ്ടോ നിങ്ങള്? That is his cradle. അതെന്താണ്? അവന്റെ തൊട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Don't make any noise, mother says. Don't make any noise. നിങ്ങള് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ ടീച്ചേഴ്സ് പറയും അല്ലേ, Don't make any noise എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ? ശബ്ദം ഉണ്ടാക്കാനൊന്നും പാടില്ല എന്ന് പറയാറില്ലേ ടീച്ചേഴ്സ്? പറയാറില്ലേ? Don't make noise എന്ന് പറയാറില്ലേ ടീച്ചേഴ്സ്? ആ, അപ്പൊ അതുപോലെ അമ്മ ആ ചേച്ചി പെണ്ണിനോട് പറയാണേ, Don't make any noise. നീ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല.
കാരണം എന്താ? ബേബി വിൽ വേക്ക് അപ്പ്. വാവ ഉറങ്ങാണല്ലേ, ബേബി ഉറങ്ങാണ്, ബേബി എഴുന്നേൽക്കുന്നു പറഞ്ഞു. നമ്മളെ സൗണ്ട് കാരണം വാവ എണീക്കില്ലേ? അപ്പൊ ആ ചേച്ചി, വാവന്റെ ചേച്ചിനോട് പറയാണ്, ആ ബേബിന്റെ ചേച്ചിനോട് പറയാണ്, അമ്മ ഡോണ്ട് മേക്ക് എനി നോയ്സ്, നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്, വാവ എഴുന്നേൽക്കുന്നു പറഞ്ഞു. ബേബി വിൽ വേക്ക് അപ്പ്. വേക്ക് അപ്പ് എന്ന് വെച്ചാൽ എന്താ? എഴുന്നേൽക്ക. ബേബി വിൽ വേക്ക് അപ്പ്, ബേബി എഴുന്നേൽക്കുന്നു പറഞ്ഞു. ഇത്രയും മനസ്സിലായോ? മിസ് ഈ പറഞ്ഞത്ര പോരെ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തമ്പ് തന്നെ മിസ്സിന്. മനസ്സിലായെങ്കിൽ. അയാൻ വിജേഷിന് മനസ്സിലായില്ലേ മോനെ? മനസ്സിലായി. ബിയോണക്ക് മനസ്സിലായില്ല? മനസ്സിലായോ? ആയുഷ് മനസ്സിലായോ മോനെ? മിസ്സിന്റെ കഥ കേൾക്കുന്നുണ്ടോ? ദെൻ ഇവിടെ ഒന്നും കൂടി കൈ തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, ദെൻ മിസ് ഒന്നും കൂടി വായിച്ചു തരാത്. ഐ എം വെരി ഹാപ്പി. ഐ ആം വെരി ഹാപ്പി. മദർ ഹാസ് കം ഹോം വിത്ത് എ ബേബി. മദർ ഹാസ് കം വിത്ത് എ ബേബി. ഹി ഈസ് മൈ ബ്രദർ. ഹി ഈസ് മൈ ബ്രദർ. അവൻ എന്റെ അനിയനാണ്. ഹി ഈസ് വെരി സ്മോൾ. ഹി ഈസ് വെരി സ്മോൾ. That is his cradle. That is his cradle. Don't make any noise. Don't make any noise. Says, mother says, baby will wake up. അടുത്ത സെന്റൻസ് എടുത്തോട്ടെ മിസ്. അടുത്ത സെന്റൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. Baby wakes up. He started crying. Baby wakes up. He started crying. Baby wakes up. He started crying. Baby wakes up എന്ന് വെച്ചാൽ എന്താ? ബേബി എഴുന്നേറ്റു അല്ലേ? ബേബി എഴുന്നേറ്റു. ബേബി wakes up. ബേബി എഴുന്നേറ്റു. എന്നിട്ട് എന്താ? ബേബി എഴുന്നേറ്റ് എന്താ പണിയെടുത്ത് നോക്ക? He started crying. He starts crying. അവൻ കരയാൻ തുടങ്ങി അല്ലേ? He starts crying. Baby wakes up. Then he started to crying. അവൻ എഴുന്നേറ്റിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്ത നോക്കാം. Don't cry. Don't cry. കരയണ്ട, നീ കരയണ്ടെന്ന് ആരാ പറഞ്ഞേ? I say. ഞാൻ പറഞ്ഞു. ഈ ചേച്ചി പറയാണ് Don't cry. I say. I will play with you. ഞാൻ നിന്റെ കൂടെ കളിക്കാം. I will play with you. ഞാൻ നിന്റെ കൂടെ കളിക്കാം. I will play with you. നീ കരയണ്ട, ഞാൻ നിന്റെ കൂടെ കളിക്കാം. അപ്പൊ നിന്റെ കരച്ചില് മാറുമല്ലോ. അതിനുവേണ്ടി ചേച്ചി പറയാണ് വാവേനോട്, നീ കരയണ്ട, ഞാൻ നിന്റെ കൂടെ കളിക്കാം. അത്രേ മതിയല്ലേ ഇന്ന്? പോരെ? അത്ര പോരെ? പഠിച്ചാ പോരെ ഇന്ന്? അതോ കഥ മുഴുവനും കേൾക്കണോ? മുഴുവനും കേൾക്കണോ അതോ ഇപ്പൊ ഇത് മതിയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ ആരെങ്കിലും. അടുത്ത ക്ലാസ്സിൽ മിസ് മുഴുവനും എടുത്തു തരാം കേട്ടോ. ഇന്നത്തേക്ക് ഇത് മതി. നിങ്ങൾക്ക് ഒരുപാടാവില്ലേ വായിക്കാൻ? കൊറേ പേർക്ക് കേൾക്കണം, കൊറേ പേർക്ക് കേൾക്കണ്ട അല്ലേ? മിസ് ഒരു കാര്യം ചെയ്യാം, ഇത്രയും കൊണ്ട് നിർത്താം. ഐ വിൽ പ്ലേ വിത്ത് യു വരെ മതി ഇന്നത്തേക്ക്. മിസ് ഒന്നുകൂടി ഇത് വായിച്ചു തരാം. എന്റെ കൂടെ വായിക്കുവോ? മനസ്സിൽ വായിക്ക. എന്റെ കൂടെ മനസ്സിൽ വായിക്ക. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. എന്റെ കൂട്ടത്തിൽ വായിച്ചോളാം. മൈ ബേബി ബ്രദർ. എന്റെ കൂട്ടത്തിൽ വായിക്കണേ. പാരന്റ്സ് ശ്രദ്ധിക്കണേ. അടുത്തിരിക്കുന്ന പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളെ വായിക്കുന്നുണ്ടോന്ന്. മൈ ബേബി ബ്രദർ. I am very happy. I am very happy. Mother has come home. Mother ആരാ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു കൊടുക്കുന്നത്? മദർ ഹാസ്. ആരുടെയും വായി അനങ്ങാൻ കാണുന്നില്ലല്ലോ. മദർ ഹാസ് come with a baby. Come with a baby. He is my brother. He is my brother. He is my brother. He is very small.
This man is hot. That is his cradle. Cradle means തൊട്ടിൽ. Cradle എന്ന് വെച്ചാൽ എന്താണ്? തൊട്ടിൽ. Cradle എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടിൽ. അടുത്ത ക്ലാസ്സിൽ മിസ് ചോദിക്കും what you mean by cradle. അപ്പൊ എന്താ പറയാ? തൊട്ടിൽ. Okay. Don't make any noise. Don't make any noise. Mother says. Mother says. Mother says. Baby will wake up. Baby will wake up. Baby wakes up. Baby wakes up. Baby എഴുന്നേറ്റ്. ഷഹബറ, where are you looking? ഇവിടെ ശ്രദ്ധിക്ക. Baby wakes up. He starts crying. He starts crying. അവൻ കരയാൻ വേണ്ടി തുടങ്ങി അല്ലേ? Then don't cry. നീ കരയണ്ട. Don't cry. കരയരുത്. I say. ഞാൻ പറഞ്ഞു. I will play with you. ഞാൻ നിന്റെ കൂടെ കളിക്കാം. I will play with you. I will play with you. Okay. ആർക്കിത് വായിക്കാൻ പറ്റാനി? ആർക്കാ വായിക്കാൻ പറ്റുക ഇത്? തനി ആർക്കാ വായിക്കാൻ പറ്റുക? ബുക്കില്ല. ആർക്കാ ബുക്കില്ലാത്തത്? ടീച്ചർ ഇർഷാദിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്കുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടുമായിരിക്കണം. അപ്പൊ കുഴപ്പമില്ല. ഇനി പ്രിന്റഡ് കോപ്പി എടുക്കേണ്ടി വരില്ല. അതിനുവേണ്ടി പ്രത്യേകം സ്കൂളിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. ആരാ വായിക്കുക? നമ്മുടെ ടെക്സ്റ്റ് ആരാ വായിക്ക? Who is ready? Savio, are you ready? Then unmute yourself. Unmute ചെയ്യാൻ പറ്റുമോ? അമ്മയുണ്ടോ അടുത്ത്? വായിച്ചോ. I am very happy. I am very happy. Mother Has come told with baby he അശ്വിനി, അനുവിന്റെ അനിയത്തി അശ്വിനി. എന്താ പണി അവിടെ? What are you doing? ആർക്ക് വേണ്ടിട്ടാ വായിക്കുന്നത്? my brother Then he is very Richard, what are you doing? Are you listening? small. He is very small. Full stop. That is Ashwini. Ashwin, what are you doing there? His cradle. Cradle, തൊട്ടിൽ. ഇന്ന് പഠിച്ച പുതിയ വേർഡ് ഏതാണ്? ക്രാഡിൽ. ക്രാഡിൽ. വെരി ഗുഡ്. D-O-N. Don't. M-A-K-E. Make
Any noise. Who is talking there? ആരാ വർത്തമാനം പറയുന്നത്? ആരാ അൺമ്യൂട്ട് ചെയ്യുന്നത്? മിസ് പറയാതെ ആരാ അൺമ്യൂട്ട് ചെയ്യണ്ടേ? അടുത്ത ക്ലാസ്സിൽ മുതൽ ശ്രദ്ധിക്കണം കേട്ടാ. കേട്ടല്ലോ? ആ. Mother says baby will wake up. Wake up. Okay, that's enough. മതി മോനെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടാ. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കാൻ. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. 40 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നമുക്കിപ്പോ 10-40 കുട്ടികളുണ്ടല്ലോ, എല്ലാരെ കൊണ്ടും വായിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ആരാണ് റെഡി, ഇപ്പൊ വായിക്കാൻ ആരാണ് റെഡി എന്ന് പറയുമ്പോൾ സാവിയ കൈ കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൊണ്ട് വായിപ്പിച്ചത്. അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് എന്റെ മക്കൾ എല്ലാവരും എന്ത് വേണം? മിസ് ക്ലാസ് എടുത്തത് വരെ വായിക്കാൻ വേണ്ടി പഠിച്ചിട്ട് വരാ. അറിയാത്ത വേർഡ്സിന്റെ സ്പെല്ലിംഗ് കൂടി പഠിക്കുക. കേട്ടല്ലോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ തമ്പ് തന്നെ. എല്ലാരും നന്നായിട്ട് വായിക്കണേ. വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മിസ് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോടാ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ. See you in the next class. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.